നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലെ കുട്ടപ്പന് അവന് 2 എണ്ണം കിട്ടണമെന്ന് വലിയ ആഗ്രഹം. എന്തായിരുന്നു പറഞ്ഞത്? എന്താ കാര്യം എന്താ? ഇവിടെ പാർട്ടിയുടെ പോസ്റ്റർ കീറിയ അടിച്ചിരിക്കുന്നു. പാർട്ടിയുടെ പോസ്റ്റർ കയറി? ഏത് പാർട്ടിയുടെ പോസ്റ്റർ ഇവൻ കയറി? ഏത് പാർട്ടിക്കാരാന്ന് അറിയത്തില്ല. 3 പാർട്ടിക്കാർ അടിച്ചിട്ടുണ്ട്. 3 പാർട്ടിക്കാർ കളിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. കാര്യം എന്ന് പറയണത് തേങ്ങ ഒതുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നല്ലേ? എന്ത് പറ്റിയുള്ളൂ? കാര്യം എന്താ? എടാ ഞാനൊരു പോസ്റ്റർ ഒട്ടിച്ചു. അതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്. പോസ്റ്റർ ഒട്ടിച്ചു? എന്തുകൊണ്ടാണ് പറയുന്നത്? കാര്യം എന്താ പറയണേ? പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാന് ഒരു പോസ്റ്റർ ഒട്ടിച്ചു. അതിനാണ് ഇവന്മാരെന്നെ തല്ലിയത്. നാളെ ഞാൻ കൊല്ലും. പോസ്റ്റർ വെച്ചിരിക്കുന്നത് പോസ്റ്റർ അതിന്റെ കാര്യം ചോദിച്ചോണ്ടിരിക്കും. ഇയാൾ തഞ്ചപ്പെടും. കാര്യം അറിയട്ടെ. ആണോ പറയണം. നീ 3 പാർട്ടിയിൽ ഇല്ലാത്ത ആളല്ലേ? നിനക്ക് എന്തായാലും തക്കതായ എന്തെങ്കിലും കിട്ടി കാണുമല്ലോ. കിട്ടി മുഖത്ത് കിട്ടിയിട്ടുണ്ട്. ഞാന് ഒരു പോസ്റ്റർ ഒട്ടിച്ചു. അതിനാണ് ഇവന്മാരെന്നെ തല്ലിയത്. അതും എന്റെ മുതലല്ല ഞാൻ ഒട്ടിച്ചത്. ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് 2 പാർട്ടിക്കാരുടെയും പോസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ആൾക്കാർ പറയുന്നത് മൊത്തം പോസ്റ്ററും താങ്കി കീറിയെന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ അത് ഞാനല്ല കീറിയത്. ഇവിടെ ആഫ്രിക്കൻ കൊച്ചാളാ കീറി. കൊച്ചോ? ആഫ്രിക്കൻ കൊച്ചോ? അതേത് കൊച്ചാണ്? കൊച്ചല്ല, ഒച്ച്. ആഫ്രിക്കൻ ഒച്ച്. ഈ നാടിന്റെ മഹാദുരന്തമാണത്. ഒരു പാർട്ടിക്കാരും തല്ല ഉണ്ടാക്കണ്ട. പോസ്റ്റർ കീറിയ ആളെ കിട്ടിയിട്ടുണ്ട്. വാ എന്റെ കൂടെ വാ, കാണിച്ചത് അങ്ങോട്ട് നോക്കണം. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ഈ പോസ്റ്റർ കീറുന്നത് മാത്രമല്ല പ്രശ്നം, ഒരുപാട് ആരോഗ്യ പ്രശ്നം ഈ പറഞ്ഞ കൊച്ചുണ്ടാക്കുന്നുണ്ട്. പല ആരോഗ്യ പ്രശ്നങ്ങൾ. അത് വേറൊരു കേസുള്ളത് ഈ ഒരു 1-2 വാർഡ് മാത്രമല്ല, ഈ പഞ്ചായത്ത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഇനി വരുന്ന പുതിയ ഭരണസമിതി, വാർഡ് മെമ്പർമാരായാലും പുതിയ പഞ്ചായത്ത് ഭരണസമിതി ആയാലും ഈ ഒച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അരുണ് പറയുന്നത് ഞങ്ങൾ കേട്ടു. കുറച്ച് ഉപ്പ് വാരിയിട്ടാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ലാതല്ല, ഈ ഉണക്ക സമയത്ത് ഈ സാധനം മണ്ണിനടി പോകും. തണുപ്പ് സമയം വരുമ്പോൾ വീണ്ടും ഇറങ്ങും. മഴയായാലും മഞ്ഞായാലും ഇത് വീണ്ടും ഇറങ്ങുക. ഇതിന്റെ ശാശ്വതമായിട്ട് പരിഹാരം കാണുന്നത്. അപ്പൊ ഈ വരുന്ന പുതിയ മെമ്പർമാരായാലും അതുപോലെ തന്നെ പുതിയ ഭരണസമിതി ആയാലും ഇതിനൊരു പരിഹാരം കാണണ്ടേ? അല്ല പിന്നെന്തോ ഇത് കുറെ കാലമായിട്ട് നമ്മളിതായിട്ട് ഈ ഒച്ചിനെ കൊണ്ട് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഈ ഒച്ചാണ് ഈ നാടിന്റെ കാരണം. ഇത്ര പേര് തമ്മിലുണ്ട്. ഈ ഒച്ച് വന്നു കഴിഞ്ഞുള്ള പ്രശ്നം അറിയോ? മെനിഞ്ചൈറ്റിസ്, അതായത് മസ്തിഷ്ക ജ്വരം. എന്തെങ്കിലും പണ്ടാരവിടെ ഒച്ചിനെ കൊണ്ട് നാശിക്കും. ഈ ഒച്ചു ശല്യത്തിനൊരു പരിഹാരം കണ്ട നിലവിൽ വരുന്ന മെമ്പറുടെ കൂടെ അടുത്ത തവണ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും.